കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേസിസ് എന്താണെന്ന് കണ്ടു, ബേസിസിൻ്റെ എക്സാമ്പിൾസ് കണ്ടു. എന്തായിരുന്നു ബേസിസ്? ഒരു വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആവണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ അത് സ്പാൻ ചെയ്യാൻ പറ്റണം, അതുപോലെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം ആ സെറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി അതുമായി ബന്ധപ്പെട്ട തിയറംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് ഓഫ് എ വെക്ടർ സ്പേസ് വി ഈസ് എ ബേസിസ് ഓഫ് എ വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് every element of V can be expressed in a unique way as a linear combination of elements of S. എന്ന് വെച്ചാൽ എലമെൻറ്റിനെ സ്പാൻ ചെയ്യാൻ പറ്റണമെന്ന് മാത്രമല്ല, ആ എക്സ്പ്രഷൻ യുണീക്ക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. Let S be a non-empty subset of vector space V. Suppose first that S is a base of V. ഓക്കെ, S അതിൻ്റെ ബേസ് ആണെന്ന് വിചാരിച്ചു. ദെൻ ബൈ ഡെഫിനിഷൻ എന്ത് ചെയ്യാൻ പറ്റും? എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, മാത്രമല്ല എവറി വി എലമെൻറ്റ് ഓഫ് വി ക്യാൻ ബി സ്പാൻഡ് ബൈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. Then we can show that this representation is unique. എങ്ങനെ കാണിക്കുക? let v equal to alpha I u a കോമ്പിനേഷൻ ആണെന്ന് വിചാരിക്കുക. let v equal to some beta I u a യുടെ കോമ്പിനേഷൻ ആയി വിചാരിക്കുക, where u a belongs to s and alpha I belongs to alpha യും ബീറ്റ യും സ്കാലേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ ക്ലിയർലി എന്താ സമ്മേഷൻ ആൽഫ യു എ എന്ന് പറയുന്നത് സമ്മേഷൻ ബീറ്റ യു എ എന്ന് പറയുന്നത് ആരെയാണ്? സെയിം ആണ്, കാരണം നമ്മൾ സെയിം എലമെൻ്റ് എന്നുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. സോ ഓട്ടോമാറ്റിക് എന്താവും? ഈക്വൽ ടു ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ലീനിയർ ആയതുകൊണ്ട് സമ്മേഷൻ ആൽഫ ഐ മൈനസ് ബീറ്റ ഐൻ്റെ യു എ ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. പക്ഷെ നമുക്ക് എന്താ അറിയാം? യു ഐ എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി ആൽഫ ഐ മൈനസ് ബീറ്റ ഐ എന്തായി വേണം? 0 ആയേ പറ്റുള്ളൂ അല്ലേ. ദാറ്റ് മീൻസ് ആൽഫ ഐ ഈക്വൾ ടു ബീറ്റ ഐ ആയി. ദാറ്റ് മീൻസ് ആ എടുത്ത സ്പാനിലെടുത്ത സ്കാലേഴ്സ് എല്ലാം സെയിം ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ആ എക്സ്പ്രഷൻ എന്തായപ്പോൾ യുണീക്കായി. ദാറ്റ് ഈസ് എവറി എലമെൻറ്റ് ഓഫ് വി ക്യാൻ ബി എക്സ്പ്രസ് ഇൻ എ യുണീക്ക് വേ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. ഇനി തിരിച്ച് വിചാരിക്കുക, യുണീക്ക് ആണെന്ന് വിചാരിക്കുക, നമുക്ക് എന്ത് കാണിക്കണം? അത് ബേസിസ് ആണെന്ന് കാണിക്കണം അല്ലേ. Conversely, suppose that every element of V can be expressed in a unique way as a linear combination of elements of S. Then clearly span S equal to V. കാരണം യുണീക്കായിട്ട് എല്ലാ എലമെൻറ്റ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ആൾറെഡി ആദ്യം പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് സ്പാൻ ഉറപ്പായിട്ട് ആരായി മാറി? വി ആയി മാറി. ഇനി എന്താ കാണിക്കണ്ടേ? അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം അല്ലേ. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കാണിക്കാൻ എന്താ? നമുക്ക് മനസ്സിലായ എന്താ? 0 എന്ന് പറഞ്ഞ വെക്ടറിനെ, 0 വിയിലുള്ള 0 വി എന്ന് പറഞ്ഞ വെക്ടറിനെ എങ്ങനെയാണ് 0ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് യുണീക്കായിട്ട് എഴുതാൻ പറ്റുക. ദാറ്റ് മീൻസ് ഏത് ആൽഫ യു എ എക്സെട്ര ആൽഫ എൻ യു എൻ എഴുതി ഈക്വൽ ടു 0 ആയാലും ആ ആൽഫ ഐ എന്തൊക്കെ ആയേ പറ്റുള്ളൂ? 0 ആയേ പറ്റുള്ളൂ. കാരണം 0നെ യുണീക്കായിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ കോയിഫിഷ്യൻസ് എല്ലാം 0 എടുത്തേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് അത് തന്നെയാണ് എന്ത്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നുള്ള ഡെഫിനിഷൻ്റെ അർത്ഥം. ഓക്കെ, so this can be written as, moreover, the hypothesis 0v can be expressed in a only way as a linear combination of elements of S. This can be only by trivial way. Okay, that is linearly independent. That is S എന്ന് പറയുന്നത് linearly independent span ആണ്, so basis ആണ്. Okay, ഇനി theorem 2. Let V be vector space that is spanned by the finite set v1 v2 extra vn if L equal to w1 w2 extra wm is linearly independent subset of V, then necessarily m less than or equal to n. എന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ അർത്ഥം ഇതാണ്, ബേസിസിൽ ഉള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ് എന്ത്? മാക്സിമൽ ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻ്റായി വരാൻ പറ്റുന്ന പോസിബിലിറ്റി എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതിനേക്കാൾ വേറെ ഏതെങ്കിലും സബ്സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സബ്സെറ്റിലെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ബേസിസിലെ ആൾക്കാരുടെ എണ്ണത്തെക്കാളും കൂടുതലാവാൻ പറ്റില്ല. ഓക്കെ, എങ്ങനെ കാണിക്കാൻ നോക്കുക. കൺസിഡർ w1 ബിലോങ്സ് ടു ഐ സബ്സെറ്റ് ഓഫ് വി അല്ലേ. w1 ഐയിലുള്ളതാണ്, നമ്മൾ ഐ അങ്ങനെ എടുത്തിട്ടുള്ളത്. അത് ആരുടെ സബ്സെറ്റാണ്? വിയുടെ സബ്സെറ്റാണ്, ക്ലിയർലി ആണ്. Since span G equal to V, span G equal to V, കാരണം എന്താ? v1 v2 extra v എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിസ് ആണ്. ഇറ്റ്സ് ഫൈൻഡ് ബൈ ദ ഫൈനൈറ്റ് സെറ്റ് ലെറ്റ് v be vector space that is spanned by finite set G ആണ്. ദാറ്റ് ഈസ് span G എന്ന് പറഞ്ഞാൽ v ആയി മാറി അല്ലേ. ദെൻ ദർ എക്സിസ്റ്റ് എന്താ? സ്പാൻ ജി വി ആയതുകൊണ്ട് ഈ w1 എന്ന് പറഞ്ഞ എലമെൻറ്റ് എവിടെയുള്ള w1 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഇപ്പോൾ എടുത്ത പ്രകാരം ഐയിലാണ്. പക്ഷേ ഐയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെയുണ്ട്? വിയിലുണ്ടാവും. പക്ഷേ വിയിലത്തെ എല്ലാ എലമെൻറ്റ്സിനെ ആരുടെ സ്പാനായിട്ട് എഴുതാൻ പറ്റും? നിങ്ങൾക്ക് ഈ v1 v2 എക്സെട്ര v എൻ്റെ സ്പാനായിട്ട് എഴുതാൻ പറ്റും അല്ലേ. ദാറ്റ് മീൻസ് w1 ഈക്വൾ ടു എങ്ങനെ എഴുതാം? w1 ഈക്വൾ ടു ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 എക്സെട്ര ആൽഫ എൻ vn ആണ്. ഈ w1 സിൻസ് w1 നോട്ട് ഈക്വൾ 0, കാരണം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ സെറ്റിൽ ഒരിക്കലും 0 ഉണ്ടാവില്ല. ദാറ്റ് ഈസ് w1 എന്ന് പറയുന്നത് നോൺ 0 ആണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ആൽഫ ഈസ് നോൺ 0. ഓക്കെ, ദാറ്റ് ഈസ് ആ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും എല്ലാ ആൽഫയും 0 ആയാൽ w എന്തായി മാറും? w1 0 ആയി മാറും. പക്ഷെ നമ്മളെടുത്ത പ്രകാരം w1 എന്തല്ല? 0 അല്ല. Okay, then by a suitable change of indices, so necessarily assume that without source of generality alpha 1 not equal to 0. That is ഏത് ആൽഫ ഐ ആണോ നോൺ 0 ആയിട്ടുള്ള ആൾക്കാരനെ അയാളിനെ w1 എന്ന രീതിയിൽ പേരായിട്ട് മാറ്റും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ ഫ്രം 1 നമുക്ക് എങ്ങനെ എഴുതാം? w1ൻ്റെ മൊത്തം ഇൻവേഴ്സ് കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് v1 ഈക്വൾ ടു ആൽഫ 1 ഇൻവേഴ്സ് w1 മൈനസ് ആൽഫ 1 ഇൻവേഴ്സ് ആൽഫ 2 v2 എക്സെട്ര എക്സെട്ര മൈനസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റി, ദാറ്റ് ഈസ് V1നെ നിങ്ങൾ W1 തൊട്ട് W1ൻ്റെയും V2ൻ്റെയും എക്സെട്ര Vnൻ്റെയും കൂടി ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. ദാറ്റ് ഈസ് W1, V2, എക്സെട്ര Vn ഈസ് വി ഗെറ്റ് ഇങ്ങനെ എഴുതാൻ പറ്റി അല്ലേ. ദാറ്റ് മീൻസ് that is span G equal to span of V1, V2, etc. Vn equal to span of W1, V2, V2, etc. Vn. കാരണം ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിന് നിങ്ങൾ എന്ത് ചെയ്തു ഇപ്പോൾ കാരണം V1നെ ഇവിടെ നോക്കുക ചെയ്തിട്ടില്ല എന്താണെന്നുള്ളത്. V1നെ ആരുടെ സ്പാനായിട്ട് എഴുതി, V1നെ W1 തൊട്ട് W1, V2, എക്സെട്ര Vnൻ്റെ സ്പാനായിട്ട് എഴുതി. ഇനി അപ്പോൾ നോക്കുക, ഈ വിയിൽ ആൾക്കാരുടെ ആരുടെ സ്പാനാണ്, വിയിൽ എന്ന് പറഞ്ഞാൽ V1 തൊട്ട് Vn വരെയുള്ള ആൾക്കാരുടെയാണ്. ഇതിൽ പർട്ടിക്കുലർലി V1നെ ആരുടെ സ്പാനായിട്ട് എഴുതാൻ പറ്റും, W1ൻ്റെയും കൂടി ഹെൽപ്പോട് കൂടിയുള്ള ഈ ആൾക്കാരുടെ സ്പാനായിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ സ്പാൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ആരുടെ സ്പാനോട് ഈക്വൽ ആയിരിക്കും, സ്പാൻ ഓഫ് W1, V2, എക്സെട്ര Vnോട് ഈക്വൽ ആയിരിക്കും. Then എന്താ പറയാൻ പറ്റും നമുക്ക് ഓട്ടോമാറ്റിക്കലി W2 ബിലോങ്സ് ടു I കണ്ടെയ്ൻ V ക്യാൻ ബി ട്രാൻസ്ലേറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എങ്ങനെ എഴുതാം, W1, V2, എക്സെട്ര. സിമിലർ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ W2 എന്ന് പറഞ്ഞ എലമെൻറ്റ് എടുക്കാൻ പോകുന്നു. W2 എന്ന് പറഞ്ഞ എലമെൻറ്റ് I ഉള്ളതുകൊണ്ട് I എലമെൻറ്റ് എങ്ങനെ നമ്മൾ സ്പാനായിട്ട് എഴുതാൻ പറ്റും. അവിടെ നമുക്ക് വീണ്ടും ദ സ്കാലസ് β1, β2, എക്സെട്ര എന്ത് ചെയ്യാൻ പറ്റും, W2 ഈക്വൽ ടു β1, W1, β2, V2, എക്സെട്ര βn, Vn എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് W2 cannot be multiple of W1 അല്ലേ, കാരണം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ കാണിച്ച അതേ പരിപാടി കണ്ടിന്യൂസ് ആയി ചെയ്യും. നമുക്ക് കിട്ടാൻ പോകുന്നത് നേരത്തെയുള്ള സ്പാനിലെ W1നെ എങ്ങനെയാണോ കൂട്ടിച്ചേർത്തത് അതേ ഐഡിയ കൂടി W2നെ കൂട്ടിച്ചേർക്കും. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് സ്പാൻ G ഈക്വൽ ടു സ്പാൻ ഓഫ് W1, V2, എക്സെട്ര Vn ഈക്വൽ ടു സ്പാൻ ഓഫ് W1, W2, V3, എക്സെട്ര Vn. ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. ദാറ്റ് മീൻസ് നമുക്ക് എന്താ കിട്ടാൻ പോകണമെന്ന് നോക്കുക. സോ വി ഗെറ്റ് സ്പാൻ ഓഫ് W1, W2, എക്സെട്ര WP, WP plus 1, V plus 1, etc. equal to Vn, where P equal to എന്താ, P is the minimum of M, N ആയിരിക്കും അല്ലേ. നമുക്കിത് ആലോചിക്കുകയാണ്, നമുക്ക് കാണിക്കേണ്ടത് ലെസ് ദാൻ ആണെന്നാണ് കാണിക്കേണ്ടത് അല്ലേ. സോ ഇഫ് പോസിബിൾ M greater than M, then P equal to minimum of M, N അല്ലെ, ദാറ്റ് ഈസ് N ആണ്. ആൻഡ് V equal to എന്താ പോരുക, സ്പാൻ ഓഫ് W1, W2, എക്സെട്ര Wn. Hence the elements Wn plus 1 to Wm are linear combinations of W1 to Wn അല്ലേ. കാരണം B എന്ന് പറയുന്നത് മൊത്തത്തിൽ ചെയ്യാനുള്ള സ്പാനാണ്. ദാറ്റ് മീൻസ് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ ആവശ്യം തൽക്കാലം ഉണ്ടാവില്ല നമുക്ക്. സോ Wn plus 1 തൊട്ട് Wm വരെയുള്ള ആൾക്കാർ ലീനിയർ കോമ്പിനേഷൻ ഓഫ് Wn ആണ്. പക്ഷേ അതെന്തിന് കോൺട്രഡിക്ഷൻ ആകും, ദ ഫാക്ട് ദാറ്റ് I is ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രഡിക്ഷൻ ആകും അല്ലേ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് W1 തൊട്ട് Wm വരെ അതിൻ്റെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ലേ. സോ അതിന് കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് എന്ത് സംഭവിക്കില്ല, എമ്മിന് ഒരിക്കലും ഗ്രെറ്റർ ദാൻ N ആയിട്ട് വരാൻ പോസിബിൾ ആവില്ല. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യം ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സ് ആണെന്ത് മാക്സിമലായിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റായി വരാൻ പറ്റുന്ന സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കൊറോളറി പറയണു, if V has a finite basis B, then every basis of V is a finite and has the same number of elements as B. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കുക. ഒരു വെക്റ്റർ സ്പേസ് എടുത്തു, ആ വെക്റ്റർ സ്പേസിന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ എന്താ R2 എടുത്തു, R2ൻ്റെ ബേസിസിൽ 1, 0, 0, 1. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, R2ന് ആകെ ഒരേ ഒരു ബേസേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു വെക്റ്റർ സ്പേസ് എടുത്താൽ അതിന് ഒരുപാട് ബേസ് ഉണ്ടാവാം, പക്ഷേ ആ ബേസിലുള്ള ആൾക്കാരുടെ എണ്ണം എന്തായി ഉറപ്പായിട്ടും സെയിം തന്നെ ആയേ പറ്റുള്ളൂ. ഓക്കെ, if V has a finite basis B, then every base of V is a finite and has the same number of elements as B. ഓക്കെ, ഫൈനൈറ്റ് കേസാണ് ഇവിടെ പറയുന്നത്. ഇൻഫൈനൈറ്റ് എന്നൊരു സെറ്റപ്പ് ഉണ്ടാവും, അപ്പോൾ അതിനെക്കുറിച്ച് തൽക്കാലം മെൻഷൻ ചെയ്യുന്നില്ല. ഫൈനൈറ്റ് ആണെങ്കിൽ വെക്റ്റർ സ്പേസിലെ ബേസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഏത് ബേസ് എടുത്താലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അതൊക്കെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, ഇഫ് പോസിബിൾ ലെറ്റ് B സ്റ്റാർ ബി എനി ഇൻഫൈനൈറ്റ് ബേസ് ഓഫ് V. B സ്റ്റാർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻഫൈനൈറ്റ് ബേസ് ആണെന്ന് വിചാരിച്ചു. ഇൻഫൈനൈറ്റ് ബേസ് എന്ന് വെച്ചാൽ അർത്ഥം സിൻസ് എവറി സബ്സെറ്റ് ഓഫ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഈസ് ആൾസോ എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ലീനിയർ നമ്മൾ ഓൾറെഡി കണ്ടാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ സെറ്റിൻ്റെ സബ്സെറ്റ് എടുത്താൽ ഓട്ടോമാറ്റിക് എന്തായി മാറും, ഓട്ടോമാറ്റിക്കലി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയേ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, ദെൻ എവരി സബ്സെറ്റ് ഓഫ് B സ്റ്റാർ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. കാരണം B സ്റ്റാർ എടുത്തിട്ടുള്ളത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏത് സബ്സെറ്റ് എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. Now B star being infinite contains finite subsets that have more elements than B. അല്ലേ, ഏത് being infinite contains finite subsets that have more elements than B. Okay, hence there exists a finite independent subset having more elements than B. B എന്ന് പറയുന്നത് അതിൻ്റെ എന്തായിരുന്നു,
നോക്കുക എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് കാണിക്കേണ്ടത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താ, ബേസിസിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇഫ് വി ഹാസ് എ ഫൈനൈറ്റ് ബേസിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആൾക്കാർ എടുക്കാൻ പറ്റുന്നത് ഫൈനൈറ്റ് ആണെന്നാണ് ആദ്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോണേ. ഓക്കെ, ദറ്റ് മീൻസ് ഫസ്റ്റ് കേസിൽ പറയണത് ഒരു ബി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സബ് ബേസിസ് എടുത്തു. ഓക്കെ, ഇൻഫൈനൈറ്റ് ആയ ബേസ് ഇല്ലാന്ന് കാണിക്കുന്നത് മതി. ഇൻഫൈനൈറ്റ് ബേസിസ് ഉണ്ടെന്ന് എടുത്തിട്ട് അതിനൊരു കോൺട്രഡിക്ഷൻ കാണിച്ചാൽ മതി. അതെ, ഇൻഫൈനൈറ്റ് ബേസിസ് ഉണ്ടെങ്കിൽ അവരെന്താണ് ഓട്ടോമാറ്റിക്കലി ഈ ബേസിസ് ആണെങ്കിൽ സ്പാൻ ചെയ്യാൻ പറ്റും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് അർത്ഥം അല്ലേ. ദാറ്റ് മീൻസ് അപ്പോൾ ബി സ്റ്റാർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല ബി സ്റ്റാറിൻ്റെ സബ്സെറ്റ് എടുത്താൽ എന്ത് തന്നെയായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുന്നു. ആ സബ്സെറ്റിൽ തൽക്കാലം ബിയിനേക്കാളും കൂടുതലുള്ള ആൾക്കാരെ എടുക്കുന്നു. ഓക്കെ, കാരണം ബി ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് ആയ ആൾക്കാരെക്കാളും കൂടുതൽ ആൾക്കാർ ഇൻഫൈനൈറ്റ് ആയ സെറ്റിൽ ഉണ്ടാവും. അതുകൊണ്ട് ഉറപ്പായിട്ടും ബിയിനേക്കാളും വലിയൊരു സബ്സെറ്റ് ആരുടെ സെലക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ബി സ്റ്റാറിൻ്റെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ എന്ത് കിട്ടി, പി സ്റ്റാറിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്തിട്ടുള്ള ഒരു സെറ്റ് എടുത്തിട്ട് സബ്സെറ്റ് എടുത്തിട്ടുണ്ട്. ആ സബ്സെറ്റിൽ ബിയിനേക്കാളും കൂടുതൽ ആൾക്കാർ എടുത്തിട്ടുണ്ട് അല്ലേ. ഹെൻസ് ദർ എക്സ് എ ഫൈനൈറ്റ് ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഹാവിങ് മോർ എലമെൻറ്റ്സ് ദാൻ ബി. ബട്ട് സിൻസ് ബി ഈസ് ബേസ് ഓഫ് വി, കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നോക്കുക, ഇനി ബി ബേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായതുകൊണ്ട് സ്പാൻ ബി എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി വി ആയി വന്നേ പറ്റുള്ളൂ. പക്ഷേ തൊട്ടുമ്പോൾ തീരത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, തീരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സ്പാനിങ് ആണ് എടുക്കണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടല്ല, അതിൻ്റെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ സബ്സെറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പക്ഷേ അതെന്തിനും പ്രശ്നമാവും ഇവിടെ. ഹെൻസ് ബൈ പ്രീവിയസ് തിയറം നോ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി കണ്ടെയ്ൻസ് മോർ എലമെൻറ്റ്സ് ദാൻ ബി. ബിയിനേക്കാളും വലുതായിട്ടുള്ള ഒരു സബ്സെറ്റിന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരാൻ പറ്റില്ല എന്നാണ് തൊട്ട് മുമ്പത്തെ തിയറത്തിൽ പറഞ്ഞത് അല്ലേ. സോ അതിന് കോൺട്രഡിക്ഷൻ ആവും. ദാറ്റ് മീൻസ് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ബേസ് ഉണ്ടെന്ന് എടുത്തതിന് കോൺട്രഡിക്ഷനായി മാറും. ദാറ്റ് ഈസ് ബി മസ്റ്റ് ബി ഫൈനൈറ്റ്. ഓക്കെ, നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് കേസ് എന്താ കാണിച്ചത്, ബിയിന് ഒരു വെക്ടർ സ്പേസ് ഉണ്ടെങ്കിൽ വെക്ടർ സ്പേസിൽ ബേസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണല്ലോ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന് ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ബേസ് ഉണ്ടാവില്ല എന്നാണ് ആദ്യം കാണിച്ചത്. രണ്ടാമത് കാണിക്കുന്നത് n എലമെൻറ്റ്സ് ആണ് ബേസിലുണ്ടെങ്കിൽ നമ്മൾ ഏത് ബേസ് എടുത്താലും അതിൽ n എലമെൻറ്റ്സ് തന്നെ ഉണ്ടാവണം എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നൗ ദാറ്റ് ദ ബേസിസ് ബി ഹാസ് n എലമെൻറ്റ്സ് ആൻഡ് ബി സ്റ്റാർ ബി ബേസിസ് വിത്ത് n സ്റ്റാർ എലമെൻറ്റ്സ്. Since span B equal to V and B star is any independent subset of V, by the previous theorem n star must be less than or equal to n. അല്ലേ, തൊട്ടുമുമ്പത്തെ തിയറം പ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. Since span B equal to V and B is an independent subset of V, by the previous theorem തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്ഥലം എടുക്കുന്നത് മാത്രം മനസ്സിലായോ. സ്പാൻ ബി ബേസാണ്, ബിയും ബേസാണ്, ബി സ്റ്റാറും ബേസ് ആയതുകൊണ്ട് നമുക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാൽ n ലെസ്താനിക്കുള്ള n സ്റ്റാറും സിമിലർലി n സ്റ്റാർ ലെസ്താനിക്കുള്ള n കിട്ടും. ദാറ്റ് മീൻസ് n ഈക്വൾ ടു n സ്റ്റാർ ആയേ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി, ഒരു വെക്ടർ സ്പേസിലെ ബേസിലെ എണ്ണം ഫൈനൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഏത് ബേസിലെ ആൾക്കാരുടെ എണ്ണവും ഫൈനൈറ്റ് ആയിരിക്കും. മാത്രമല്ല എന്തിനോട് സെയിം ആയിരിക്കും, എത്രയാണോ ഫൈനൈറ്റ് നമ്പർ ആ നമ്പറിനോട് സെയിം ആയിരിക്കും. ആൾക്കാർ സെയിം ആവണം എന്നല്ല പറയണത്, എലമെൻറ്റ്സ് നമ്പർ സെയിം ആവണം എന്നാണ് പറയണത്. അതായത് R2 ആണ് എടുക്കണമെങ്കിൽ 1,0, 0,1 അതിൻ്റെ ഒരു ബേസാണ്. അതുപോലെ അതിനകത്ത് ഇനിയൊരു ബേസ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആ ബേസിൽ 2 എലമെൻറ്റ്സ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് ഈ പറഞ്ഞത്. If V has a finite basis, then all linearly independent subsets of V are finite. അല്ലേ, അതിനേക്കാളും വലിയൊരാളുണ്ടെങ്കിൽ കോൺട്രഡിക്ഷൻ ആവും ഓട്ടോമാറ്റിക്കലി അല്ലേ. If V be a vector space with a finite basis B of n elements, span B equal to V, and hence by previous theorem, no independent subset of V contains more elements than B. If there exists an infinite independent subset in V, this would contain an independent subset of n plus 1 elements, which is impossible. Hence, all linearly independent subsets of V are finite. അതായത് അതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പറ്റില്ല, കോൺട്രഡിക്ഷനാണ്. നേരത്തെ തിയറം യൂസ് ചെയ്തത് മാത്രം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നൗ ഷോ ദാറ്റ് S equal to 1,1 minus 1,2 is a basis of R2. സോ എക്സാമ്പിളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം.